ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഒരു 10-11 മണിക്ക് അങ്ങനെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ പിന്നെ നേരെ ക്ലീനിങ്ങിലേക്ക് പോയി. എന്താ വെച്ചാൽ റൂമും ഒക്കെ ഇതായിട്ടുള്ളത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ എന്തോ ചെയ്യണമെന്ന് തോന്നും. ഒന്നാമതിൽ പെട്ടെന്ന് പൊടി കയറും. ബാക്കിലും റോഡാണ്, മുമ്പിലും റോഡാണ്. അപ്പം വണ്ടികളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് പൊടി ഒന്നാമത് മുകളിലല്ലേ, താഴെ അങ്ങനെ ഉണ്ടാവില്ല, മുകളിൽ പെട്ടെന്ന് ഉണ്ടാവും പൊടികളൊക്കെ. അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ഈ ആഴ്ച ക്ലീൻ ചെയ്താൽ പിറ്റത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് നല്ലോണം പൊടി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും സുഖമില്ല. പിന്നെ പിറ്റത്തെ ആഴ്ച ഓരോരോ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങ് ഇതാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ആഴ്ച തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാണ്. പിന്നെ സാബുനേട്ടൻ പറഞ്ഞു ഞാനും കൂടി കൂടാം, എന്നാൽ പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ നമുക്ക് 1-2 സ്ഥലത്തൊക്കെ പോകാനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാബുനേട്ടനും കൂടെ ഉണ്ട്. ബെഡൊക്കെ ഒന്ന് മാറ്റി ഫാനൊക്കെ തുടച്ച് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ആദ്യം ഞാൻ വിചാരിച്ചു ഈ മാറയിലും അതൊക്കെ തൊട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ക്ലീൻ ചെയ്യുന്നില്ല, അപ്പോൾ ഈ അൽമാരയും ഈ കട്ടിലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് മാറ്റിയപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഇതുണ്ട് എന്ന്. ഇതെങ്ങനെ അറിയാം, നമുക്ക് ഡ്രസ്സൊക്കെ വെക്കണമെങ്കിൽ ഈ പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാനും വേറെ കട്ടിലിറങ്ങിയാൽ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും. അപ്പോൾ അതിൻ്റെ അതിൻ്റെ അടിയിൽ അങ്ങനെ പൊടിയില്ല. പക്ഷേ എങ്കിൽ അൽമാരേൻ്റെ മുകളിൽ കട്ടിലിൻ്റെ സൈഡ് അവിടെയൊക്കെ നല്ലോണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സാബുനേട്ടനെ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടു. എന്ന് വെച്ചാൽ സാബുനേട്ടൻ അധികം പൊടി പാറുന്നത് ഇതല്ല, പെട്ടെന്ന് അലർജീൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. പൊടിയൊക്കെ പാറിയാൽ പിന്നെ പറയണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞാണ് പോയിക്കോളീന്ന്. പിന്നെ ഈ അൽമാര നീക്കുന്നവരെ എന്നോട് പറഞ്ഞു എന്നെ വിളിക്കണേന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ്. ഇതിൻ്റെ അകത്തുള്ള ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഡ്രസ്സും പിന്നെ എൻ്റെ മേക്കപ്പ് സാധനം അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മടക്കി വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കയ്യല്ലേനും പകുതി എടുത്ത് ആകുമ്പോഴത്തേക്ക് പിന്നെ മടുപ്പ് വന്നു. അപ്പോൾ ഞാനതൊന്നും ഇങ്ങോട്ടേക്ക് നീക്കി. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉളുക്കി പോയിട്ടുണ്ടെങ്കിൽ അകത്തും കൊണ്ട് കളിക്കണ്ടേന്ന് വെച്ച് പിന്നെ ഞാൻ സബിനേട്ടനെ വിളിച്ച് അത് ഇങ്ങോട്ടേക്കൊക്കെ നീക്കി സ്ഥാനമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ പകുതി ആകുമ്പോഴത്തേക്ക് മടുപ്പ് വന്നു എന്ന്. അപ്പോൾ പിന്നെ ഞാൻ സ്പീഡാക്കി ഒക്കെ ആക്കി. അൽമാരത്തെ ഡ്രസ്സൊന്നും മടക്കി വെച്ചിട്ടില്ല, പിറ്റേ ദിവസമാണ് മടക്കി വെച്ചത്. പിന്നെ ഞാൻ ഫോട്ടോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ പയൻകുറ്റിമല എന്ന് പറയുന്ന കോഴിക്കോട് തന്നെയാണ്, അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ പോയി. പിന്നെ നമുക്ക് കുറച്ച് കഴിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ കഴിപ്പിച്ചു. അച്ഛനും അമ്മയും ഞാൻ സബിനേട്ടനാണ് പോയത്. പിന്നെ ഞങ്ങൾ ജിമ്മിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നേക്ക് ബൈ.